ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് നവംബർ 2 2025. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ രാവിലെ പാറു പറഞ്ഞു, അച്ഛാ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചാലോ എന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇന്നലെ രാത്രി പാറുവിന് കുറേശ്ശെ ജലദോഷവും ചുമയും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഹാങ് ഓവറിലാണ് പാറു ഇപ്പോൾ. അത് കാരണമാണ് സൈലൻ്റായിട്ട് മിണ്ടാതെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി എത്തിയിട്ടോ. ഇത് എടപ്പള്ളി ടോൾ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലുലു മോളിൻ്റെ മുമ്പിൽ കേട്ടോ. ഇവിടെ പണ്ടൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ റൂട്ടൊക്കെ മാറ്റി വെച്ച ശേഷം തിരക്ക് കുറച്ച് കമ്മിയാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു പള്ളിയാണ്, എടപ്പള്ളി പള്ളി. അങ്ങനെ ഞങ്ങൾ അംബിസ്വാമി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്ക്, കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം പോലുമില്ല. പക്ഷെ അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം എങ്ങനെയൊക്കെ ഇവിടുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കേട്ടോ. അത് കാരണം സുഖമായിട്ട് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ അംബിസ്വാമി വെജ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര ഫേമസ് ആണ് ഈ റെസ്റ്റോറൻറ്റ്. എൻ്റെ കസിൻ പറഞ്ഞ അറിവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറി. അതിനുള്ളിൽ കയറി നോക്കിയപ്പോൾ കാല് കുത്താൻ സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്ക്. ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് കാലിയായിട്ട് കിട്ടിയില്ല. പിന്നെ അവിടുത്തെ ചുമരിലെ ഗണപതിയുടെ ഫോട്ടോവും പിന്നെ മാതാ അമൃതാനന്ദമയുടെ ഫോട്ടോവും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു കേട്ടോ. ഹോട്ടലിലത്തെ മെനു മുഴുവൻ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പോയിട്ട് ഓർഡർ ചെയ്യുക, ടോക്കൺ എടുക്കുക. നമ്മൾ ആദ്യം പൈസ കൊടുക്കണം, എന്നിട്ട് ടോക്കൺ എടുത്തിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അവിടെ ഡിസ്പ്ലേക്ക് ഉപ്മാവും പിന്നെ ചെറുപയറിൻ്റെ ഉപ്പേരിയും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ലിമോൻ്റെ മുഖം കണ്ടറിയാം അവൾക്ക് നല്ല വിശപ്പുണ്ട്. പാറുവിൻ്റെ മുഖം കണ്ടാലും അറിയാം അവൾക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്ക് ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. അത്രയ്ക്ക് വിശപ്പിലാണ് ഞാൻ അവിടെ ഇന്ന് ഇരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഉപ്മാവാണ് കേട്ടോ. ലിമോവും പാറുവും ഓർഡർ ചെയ്തത് പുട്ടും കടലയും. എൻ്റെ കസിൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഉപ്മാവ് ഭയങ്കര ടേസ്റ്റാണെന്ന്. ലിമോ ഓർഡർ ചെയ്തത് മൈസൂർ മസാല ദോശയായിരുന്നു കേട്ടോ. പിന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം ഞങ്ങൾ പുട്ട് ഓർഡർ ചെയ്തത് ഒരു കുറ്റി പുട്ടായി പോയി. അത് പാറു ഒറ്റയ്ക്ക് കഴിക്കൂല. അപ്പോൾ ലിമോ പറഞ്ഞു ഞാൻ പാറുവിൻ്റെ പുട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഷെയറിങ് ഈസ് കെയറിങ് എന്നല്ലേ പറയാറ്. പിന്നെ ഞങ്ങൾ 2 ഫിൽട്ടർ കോഫി പറഞ്ഞു. ഫിൽട്ടർ കോഫി ഇങ്ങനെ ആറ്റി ആറ്റി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫിൽട്ടർ കോഫീൻ്റെ ഏറ്റവും അടിയിലായിരിക്കും അവർ പഞ്ചസാര ഇട്ട് വെച്ചത്. അപ്പോൾ നമ്മളത് മാക്സിമം ആറ്റിക്കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഒരു മധുരം കിട്ടുള്ളൂ. ഒരു സിപ്പ് ഞാനൊന്ന് കുടിച്ചു നോക്കി. ഉഫ്, തലയ്ക്കൊരു കിക്ക്. ഇതാണ് പൊന്നെ കോഫി. പിന്നെ ഞാൻ ഒട്ടും സമയം കളയാണ്ട് ആ പ്ലേറ്റിലിരിക്കുന്ന ഉപ്മാവ് എൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പിട്ടോ. ഉപ്മാവിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും പിന്നെ ഒരു തക്കാളി ചമ്മന്തിയും പിന്നെ ഒരു ഉള്ളി ചമ്മന്തിയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഉപ്മാവ് ഒക്കെ ഉടച്ചൊന്ന് ടേസ്റ്റ് നോക്കി. നല്ല ടേസ്റ്റ് കേട്ടോ. ഉപ്മാവ് വായിലേക്ക് ഇട്ടപ്പോൾ ഉപ്മാവ് അലിഞ്ഞു പോയി. അങ്ങനെ ഞാൻ ആ തക്കാളി ചമ്മന്തിയും തേങ്ങാ ചട്നിയും പിന്നെ ഉള്ളി ചമ്മന്തിയും മിക്സ് ചെയ്തിട്ട് അതൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചട്നികളൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പാറു ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞു അച്ഛാ എനിക്ക് പുട്ടും കടല മതിയെന്ന്. ഇന്ന് അവൾക്ക് പുട്ടും കടലോട് ഒരു പ്രത്യേക സ്നേഹം. ഞാൻ അവളുടെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് കടല എടുത്തുപോയി. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ ഒന്ന് മാറി. പാറുവിൻ്റെ കടലക്കറിയും ഞാൻ ഉപ്മാവിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് കഴിച്ചു നോക്കി. അതിൻ്റെ ടേസ്റ്റും അപാരം തന്നെയായിരുന്നു കേട്ടോ.
ആ ഉപ്മാവും കടലയും ആക്ച്വലി നല്ല ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഫിൽട്ടർ കോഫിയും, ഇനി എന്താ വേണ്ടത്? അങ്ങനെ ഉപ്മാവ് പകുതി ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ സാമ്പാറും കൂടി ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, സാമ്പാറിനെ പിണക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ കുറച്ച് ഉപ്മാവിൽ മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാ ചമ്മന്തിയും പിന്നെ തക്കാളി ചമ്മന്തിയും കൂട്ടി കഴിച്ചു. ഉഫ്, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ലിമുവും പാറുവും പുട്ടും കടലക്കറിയും ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കുട്ടികളെ പോലെ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് രണ്ടുപേരും കഴിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ കഴിക്കൽ കണ്ടപ്പോൾ എനിക്ക് ശരിക്ക് മനസ്സിനൊരു സന്തോഷം തോന്നി. ലിമോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, നല്ല കറിയാണ്, പിന്നെ നല്ല സോഫ്റ്റ് പുട്ടാണെന്ന്. ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്മാവ് കംപ്ലീറ്റ് ആക്കി കേട്ടോ. വയറും മനസ്സും രണ്ടും ഒരുപോലെ നിറഞ്ഞു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് ലുലു മോളിലേക്കാണ്. ഞങ്ങൾ മിക്ക വീക്കെൻഡും സ്പെൻഡ് ചെയ്യണത് ലുലു മോളിലാണ്. അവിടെ ഒരു പെറ്റ് കെയർ ഷോപ്പുണ്ട്. മോൾക്ക് ആ ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പോയാലും അവൾ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറും. അവൾക്ക് ഈ പൂച്ച, പിന്നെ ഈ തത്ത, പിന്നെ ഈ എലി, പിന്നെ ഫിഷ്, ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് തത്തകളും സ്പെയറവും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അവൾക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഒരു സൈഡിൽ ജാറിൽ ഫിഷ് നമുക്ക് കാണാൻ പറ്റും. കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷാണ് കേട്ടോ. അവൾക്ക് ഈ ഫിഷൊക്കെ നല്ല ഇഷ്ടമാണ് കാണാൻ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേകതരം എലിയാണ് കേട്ടോ. പിന്നെ പാറുവിന് ഫിഷ് ഇഷ്ടമായത് കാരണം അവളുടെ ഇഷ്ടപ്രകാരം അവൾക്ക് ഒരു ഫൈറ്റർ ഫിഷിനെ ഞാൻ വാങ്ങിക്കൊടുത്തു. അവൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. നമ്മളെ മന്ത്ലി ഗ്രോസറി വാങ്ങാൻ വേണ്ടി പോയതാണ്. അവിടെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേട്ട്. അതുണ്ട്, അതില്ല. പക്ഷെ നമ്മളെ മറ്റേ ചീരകൾ എടുക്കണല്ലോ നല്ലത്. അത് അതെടുത്തോളെ. പാലക്ക എടുത്തോളെ. മേത്തി ഉണ്ടെങ്കിൽ മേത്തി എടുത്തോളെ. അതവിടെ ഉണ്ട് മോനെ. പുതിന വാങ്ങിയണേ വീട്ടിലുണ്ടോ? നല്ലതും നോക്കിയെടുത്തോളി മോനെ, അങ്ങോട്ട് നോക്കിയെടുത്തോളേ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 2 മണിയായിട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ KFCയിലേക്ക് പോയിട്ടോ. KFCയിലേക്ക് പോയിട്ട് ഞങ്ങൾ കുറച്ച് ബർഗറും പിന്നെ മോൾക്ക് ചിക്കൻ വിങ്സും പിന്നെ എനിക്കൊരു മിറിൻഡയും പിന്നെ ഒരു വെജ് ബർഗറും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ കുറേ അങ്ങ് പറഞ്ഞ് ഈ വീഡിയോ ലാഗ് അടുപ്പിക്കുന്നില്ല കേട്ടോ. ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടിൽ ദെൻ ബൈ.